യോശുവ 1-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 1-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദ്ദാനക്കരെ ഞാൻ യിസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകുവീൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതുപോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എന്നാറേ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദ്ദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണസാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിപ്പീൻ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതിഗോത്രത്തോടും പറഞ്ഞത് എന്തെന്നാൽ, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകിയ ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദ്ദാനക്കരെ മോശെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവർ ഒക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിന്റെ ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശെ കിഴക്ക് യോർദ്ദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശദേശത്തേക്ക് മടങ്ങിവന്നു അതിനെ അനുഭവിച്ചുകൊള്ളണം. അവർ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം. ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു. യോശുവ 2-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 2-ാം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്നവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു, നിന്റെ അടുക്കൽ വന്നു വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കി തരിക. അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട്, അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടുപോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കിവച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദ്ദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവനെ തിരിഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു.
എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗ്ഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുകകൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്തു എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോട്, ഞങ്ങളോട് ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൾ അവരെ കിളിവാതിലിലൂടെ ഒരു കയറുകെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേൽ ആയിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞുപോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പീൻ. അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യമറിയിച്ചാൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. അതിനു അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ ചെന്ന് തിരിഞ്ഞുപോയവർ മടങ്ങിപ്പോരും വരെ 3 ദിവസം അവിടെ താമസിച്ചു. തിരിഞ്ഞുപോയവർ വഴി നീളെ അവരെ അന്വേഷിച്ചു കണ്ടില്ല താനും. അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അക്കരെ കടന്ന് നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ദേശത്തിലെ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു. യോശുവ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്നു ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ടു പുറപ്പെട്ടു അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പുരോഹിതന്മാരോട് യോശുവ, നിങ്ങൾ നിയമപെട്ടകമെടുത്ത് ജനത്തിനു മുമ്പായി അക്കരെ കടപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപെട്ടകമെടുത്തു ജനത്തിനു മുമ്പായി നടന്നു. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്നു അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് അരുളിച്ചെയ്തു. യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും.
ഇതാ സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുവീൻ. സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽനിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനക്കര കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. സാരഥാനു സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. അരാബിയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിനു നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചുനിന്നു. ഇസ്രയേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടെ തന്നെ നടന്നുപോയി. യോശുവ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട്, യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചുനിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ല് എടുത്തു കരയ്ക്ക് കൊണ്ടുവന്നു ഈ രാത്രിയിൽ നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീൻ. അങ്ങനെ യോശുവ ഇസ്രയേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞത്, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രയേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞതു നിമിത്തം തന്നെ എന്നു അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രയേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെയുണ്ട്. മോശെ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാൻ യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ജനം വേഗത്തിൽ മറുകര കടന്നു. ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുക യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു. മോശെ കൽപ്പിച്ചിരുന്നതുപോലെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രയേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് യെരിഹോ സമഭൂമിയിൽ കടന്നു. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രയേലിന്റെ മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. യഹോവ യോശുവയോട് സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്ക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു. യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്ന് കയറി പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് വന്നു മുമ്പലത്തേതുപോലെ തീരം കവിഞ്ഞൊഴുകി. 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി യെരിഹോവിന്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രയേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്ത് എന്നു വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനക്കര കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. ഭൂമിയിലുള്ള സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഈ കര കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഈ കര കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ
യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. യോശുവ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ഇക്കര കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറെ ഭാഗത്തുള്ള അമോരി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി. അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. യോശുവ തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മ ഗിരിയിങ്കൽ വെച്ച് പരിച്ഛേദന ചെയ്തു. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പുറപ്പെട്ടു പോന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നു. എങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിച്ഛേദന ചെയ്തു. അവരെ പ്രയാണത്തിൽ പരിച്ഛേദന ചെയ്യായ്കൊണ്ട് അവർ അഗ്രചർമ്മികളായിരുന്നു. അവർ സർവ്വജനത്തെയും പരിച്ഛേദന ചെയ്തു തീർന്ന ശേഷം അവർക്ക് സൌഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പേര് പറയുന്നു. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്ത് വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾ പിന്നെ മന്ന കിട്ടിയതുമില്ല. ആയാണ്ടു അവർ കനാൻ ദേശത്ത് വിളവ് കൊണ്ട് ഉപജീവിച്ചു. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരു ആൾ കൈയിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്നു അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനു അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവനോട്, കർത്താവിനും അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. യോശുവ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. നൂന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ചു അവരോട്, നിയമപെട്ടകം എടുപ്പീൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ജനത്തോടു അവൻ, നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പീൻ. ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്ന് കാഹളമൂതി. യഹോവയുടെ നിയമപെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു.
ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. യോശുവ ജനത്തോട്, ആർപ്പിടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത്. അതിന്റെ ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്നു പാളയത്തിൽ പാർത്തു. യോശുവ അതികാലത്തെ എഴുന്നേറ്റു. പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചു കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപിതാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രയേൽ പാളയത്തിൽ ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പുകൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരേണം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹള ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ടു അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്നു പട്ടണം പിടിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. എന്നാൽ രാജ്യത്തെ ഉറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ, വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീവച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാത്രങ്ങളും അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. യെരിഹോവിനെ ഉറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്നുവരെയും ഇസ്രയേലിൽ പാർക്കുന്നു. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവയോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു. യോശുവ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദാ ഗോത്രത്തിൽ ശേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിലേക്ക് കിഴക്ക് ബേഥാവന്റെ സമീപത്തുള്ള ഹായിയിലേക്ക് ആളുകളെ അയച്ചു. അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ഒറ്റുനോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ ഒറ്റുനോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങിവന്നു അവനോട്, ജനമെല്ലാം പോകണമെന്നില്ല. ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട. അവർ ആൾ ചുരുക്കമത്രയെന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റു ഓടി. ഹായ് പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്ക് തുടങ്ങി ശെബാരീം വരെ പിന്തുടർന്നു. മലഞ്ചരിവിൽ വെച്ചു അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായിത്തീർന്നു.
യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കൈയിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനക്കരെ കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കേയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ചു അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രയേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തുവരേണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്തുവരേണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായിട്ട് അടുത്തുവരേണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തുവരേണം. ശപഥാർപ്പിത വസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ചു ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ഇസ്രയേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യെഹൂദാ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യെഹൂദാ ഗോത്രത്തെ കുലം കുലമായി വരുത്തി. സർഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ സർഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. സിബ്ദി പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യെഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു അവനോട് ഏറ്റുപറക. നീ എന്തു ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചുവെക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടയും കണ്ടു മോഹിച്ചു എടുത്തു. അവ എന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെ എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ, വെള്ളി, മേലങ്കി, പൊൻകട്ട, അവന്റെ പുത്രന്മാർ പുത്രിമാർ, അവന്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവുമായി ആഖോ താഴ്വരയിൽ കൊണ്ടുപോയി. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി. അത് ഇന്നുവരെയും ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിനു ആഖോർ താഴ്വര എന്ന് ഇന്നുവരെ പേർ പറഞ്ഞുവരുന്നു. യോശുവ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയുമരുത്. പടജനത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്യണം. എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം. പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിപ്പുവാക്കണം. അങ്ങനെ യോശുവയും പടജനമൊക്കെയും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. പരാക്രമശാലികളായ 30,000 പേരെ യോശുവ തിരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിക്കണം. പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിപ്പീൻ. ഞാനും എന്നോടുകൂടെയുള്ള സകല ജനവും പട്ടണത്തോട് അടുക്കും. അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും.
അവർ ഞങ്ങളെ പിന്തുടർന്ന് പട്ടണം വിട്ടു പുറത്താകും. അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്നും അവർ പറയും. അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും. ഉടനെ നിങ്ങൾ പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം പിടിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിന് തീ വെക്കണം. യഹോവയുടെ കൽപ്പന പ്രകാരം നിങ്ങൾ ചെയ്യണം. സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അവരെ അയച്ചു. അവർ പതിയിരിപ്പിന് ചെന്ന് ബേഥേലിനും ഹായിക്കും മധ്യേ, ഹായിക്ക് പടിഞ്ഞാറ് അമർന്നു. യോശുവയോ ആ രാത്രി ജനത്തിന്റെ ഇടയിൽ താമസിച്ചു. യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു. അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിന് മുമ്പായി ഹായിക്ക് ചെന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനമൊക്കെയും പുറപ്പെട്ടു അടുത്തു ചെന്ന് പട്ടണത്തിനു മുമ്പിലെത്തി. ഹായിക്ക് വടക്കു പാളയമിറങ്ങി. അവർക്കും ഹായിക്കും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. അവൻ ഏകദേശം 5000 പേരെ തിരഞ്ഞെടുത്തു. ബേഥേലിനും ഹായിക്കും മധ്യേ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുത്തി. അവർ പട്ടണത്തിന് വടക്ക് പടജനമായ സൈന്യത്തെയൊക്കെയും പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരിപ്പുകാരെയും നിർത്തി. യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി. ഹായി രാജാവ് അത് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവന്റെ ജനമൊക്കെയും ബന്ധപ്പെട്ടു എഴുന്നേറ്റ് നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്ക് മുമ്പിൽ ഇസ്രായേലിന്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു. പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പ് ഉണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല. യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. അവരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി. അവർ യോശുവയെ പിന്തുടർന്നു പട്ടണം വിട്ട് പുറത്തായി. ഹായിയിലും ബേഥേലിലും ഇസ്രായേലിന്റെ പിന്നാലെ പുറപ്പെടാത്ത ഒരുത്തനും ശേഷിച്ചില്ല. അവർ പട്ടണം തുറന്നിട്ടേച്ച് ഇസ്രായേലിനെ പിന്തുടർന്നു. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കൈയിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാനത് നിന്റെ കൈയിൽ ഏൽപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. അങ്ങനെ യോശുവ തന്റെ കൈയിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തി. അവൻ കൈ നീട്ടിയ ഉടനെ പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ച് ക്ഷണത്തിൽ പട്ടണത്തിന് തീവെച്ചു. ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു. അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി. മരുഭൂമി വഴിയായി ഓടിയ ജനം തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞു. പതിയിരിപ്പുകാർ പട്ടണം പിടിച്ചു. പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നുവെന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങിവന്ന് പട്ടണക്കാരെ വെട്ടി. മറ്റവരും പട്ടണത്തിൽ നിന്നു അവരുടെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഇസ്രായേൽ ഇപ്പുറത്തും അപ്പുറത്തും അവർ നടുവിലുമായി. ഒരുത്തിനും ശേഷിക്കുകയോ വഴുതിപ്പോകുകയോ ചെയ്യാതവണ്ണം അവരെ വെട്ടിക്കളഞ്ഞു. ഹായ് രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ഹായ് പട്ടണക്കാരെയൊക്കെയും വെളിംപ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു തീർക്കുകയും അവർ ഒട്ടൊഴിയാതെ എല്ലാവരും വാളിന്റെ വായ്ത്തലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേലൊക്കെയും ഹായിയിലേക്ക് മടങ്ങിച്ചെന്ന് വാളിന്റെ വായ്ത്തലയാൽ അതിനെ സംഹരിച്ചു. അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ 12,000 പേർ. ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ. ഹായ് പട്ടണക്കാരെയൊക്കെയും നിർമ്മൂലമാക്കും വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേല്യർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു. പിന്നെ യോശുവ ഹായ് പട്ടണം ചുട്ടു സദാകാലത്തേക്ക് ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു. അത് ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു. ഹായ് രാജാവിനെ അവൻ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പനപ്രകാരം ശവമരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിൽക്കൽ ഇടുകയും അതുമേൽ ഇന്നുവരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന് കൂട്ടുകയും ചെയ്തു. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കു ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ. അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. മോശെ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണെ ആ കല്ലുകളിൽ എഴുതി. എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പാതിപ്പേർ ഗെരസീം പർവ്വതത്തിന്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വതത്തിന്റെ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് യഹോവയുടെ ദാസനായ മോശെ മുമ്പ് കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ. അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെയൊക്കെയും അനുഗ്രഹവും ശാപവുമായ
ന്യായപ്രമാണവചനങ്ങളെല്ലാം വായിച്ചു. മോശെ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശെ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. യോശുവ 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസിയർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനക്കര മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുമുള്ള രാജാക്കന്മാർ ഒക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണസാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്നു കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്നു അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട്, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട്, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട്, നിങ്ങൾ ആർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്തുനിന്ന് വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ മിസ്രയീമിൽ ചെയ്തതൊക്കെയും ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്താരോത്തിലെ ബാശാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാൻ അക്കരെയുള്ള അമോര്യരുടെ 2 രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണസാധനം എടുത്തു അവരെ ചെന്ന് കണ്ടു, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാം എന്നു അവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങിപ്പോത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞ് നിറച്ചുകൊണ്ടുപോകുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയാൽ പഴക്കമായിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണസാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കാമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും അവർ കേട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന് 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളിലെത്തി. അവരുടെ പട്ടണങ്ങൾ ഗിബെയോൻ, കെഫീര, ബേരോത്ത്, കിരിയാത്ത് യയാരീം എന്നിവയായിരുന്നു. സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെക്കൊണ്ടു അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല. എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ പുറപുറത്തു. പ്രഭുക്കന്മാരെല്ലാവരും സർവ്വസഭയോടും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെക്കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്കും അവരെ തൊട്ടുകൂടാ. നാം അവരോട് ഇങ്ങനെ ചെയ്തു അവരെ ജീവനോടെ രക്ഷിക്കണം. അല്ലാഞ്ഞാൽ സത്യം ചെയ്തുപോയ സത്യനിമിത്തം കോപം നമ്മുടെ മേൽ വരും എന്ന് പറഞ്ഞു. അവർക്ക് വാക്കുകൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട്, ഇവർ ജീവനോടെ ഇരിക്കട്ടെ എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ചു അവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വാഞ്ചിച്ചതെന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശെയോട്, നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെയൊക്കെ നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കൈയിലിരിക്കുന്നു.
നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നതുപോലെ ഞങ്ങളോട് ചെയ്തുകൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതവണ്ണം അവരുടെ കൈയിൽ നിന്നു അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു. യോശുവ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ ഹായ് പട്ടണം പിടിച്ചു നിർമൂലമാക്കിയെന്നും അവൻ യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെരൂശലേം രാജാവായ അദോനിസേദെക്ക് കേട്ടപ്പോൾ ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. ആകയാൽ യെരൂശലേം രാജാവായ അദോനിസേദെക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിന്റെയും യർമൂത്ത് രാജാവായ പിരാമിന്റെയും ലാഖീഷ് രാജാവായ യാഹിയയുടെയും എഗ്ലോൻ രാജാവായ ദെബീരിന്റെയും അടുക്കൽ ആളയച്ചു. ഗിബെയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്യുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് പറയിച്ചു. ഇങ്ങനെ യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീശ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 അമോരി രാജാക്കന്മാർ ഒരുമിച്ചുകൂടി. അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബെയോനിനു നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബെയോന്യർ ഗിഗ്ലാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചുകൂടിയിരിക്കുന്നുവെന്ന് പറയിച്ചു. എന്നാറെ യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. യഹോവ യോശുവയോട് അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്നു അരുളിച്ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്നു പെട്ടെന്ന് അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴുക്കി ഗിബെയോനിൽ വെച്ചു അവരെ കഠിനമായി തോൽപ്പിച്ചു. ബേത്ത് ഹോരനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു. അസേക്ക് വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി. ബേത്ത് ഹോരാൻ ഇറക്കത്തിൽ വെച്ചു അസേക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ചു അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കൈയിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ, നീ ഗിബെയോനിലും ചന്ദ്ര, നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ ഐവരും ഓടി മക്കദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു. രാജാക്കന്മാർ ഐവരും മക്കദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാൽ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അവരെ കാക്കേണ്ടതിന് അവിടെ ആളെയാക്കുവീൻ. നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്നു അവരുടെ പിൻപടയെ സംഹരിപ്പീൻ. പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിൽ മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങിവന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തിന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്നു രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന്
എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യമ്മൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ യിസ്രായേൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീനെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നു അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്നു 5 മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പനപ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു. അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്ന് യോശുവ മക്കേദ് പിടിച്ച വാളിന്റെ വായ്ത്തലയെ സംഹരിച്ചു. അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രയേലിലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബ്നയ്ക്ക് ചെന്ന് ലിബ്നയോട് യുദ്ധം ചെയ്തു. യഹോവ അതിനെയും അതിലെ രാജാവിനെയും ഇസ്രയേലിന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല. യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രയേലൊക്കെയും ലിബ്നയിൽ ലാഖീശിന് ചെന്നു അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഖീശിനെ ഇസ്രയേലിന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അപ്പോൾ ഗേസർ രാജാവായ ഹോരാം ലാഖീശിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവ അവനെയും അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു. യോശുവയും ഇസ്രയേലൊക്കെയും ലാഖീശിൽ നിന്ന് എഗ്ലോന് ചെന്നു അതിനു നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അവർ അന്ന് തന്നെ അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖീശിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി. യോശുവയും ഇസ്രയേലിലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോന് ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ അതിനെയും അതിന്റെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. പിന്നെ യോശുവയും എല്ലാ ഇസ്രയേലും തിരിഞ്ഞു ദെബീരിന് ചെന്നു അതിനു നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബ്നയോടും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ദെബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേദേശം, താഴ്വീതി, മലഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തിനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർന്നയ മുതൽ ഗസ വരെയും ഗിബെയോൻ വരെയും ഗോശെൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായിരുന്ന ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രയേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. യോശുവ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ അവൻ മാദോൻ രാജാവായ യോബാബ്, ശിമ്രോൻ രാജാവ്, അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നേരോത്തിനും തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർ മേടുകളിലും ഉള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരീസിയർ, യെബൂസിയർ, മിസ്പാദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും
എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി. അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രയേലിന്റെ മുമ്പിൽ ചത്തുവീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടജനമൊക്കെയും മേരോം തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്നു അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു മഹാനഗരമായ സീദോൻ വരെയും മിസ്രെഫോത്തെമയീം വരെയും കിഴക്കോട്ട് മിസ്പെ താഴ്വീതി വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു. യോശുവ ആ സമയം തിരിഞ്ഞു ഹാസോർ പിടിച്ചു അതിലെ രാജാവിനെ വാൾകൊണ്ട് കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹാസോരിനെ തീ കൊടുത്തു ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയും ഒക്കെയും യോശുവ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശെ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രയേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രയേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും തെക്കേ ദേശമൊക്കെയും ഗോശെൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രയേൽ മലനാടും അതിന്റെ താഴ്വീതിയും സേയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലെബനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ചു വെട്ടിക്കൊന്നു. ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗിബെയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രയേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രയേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രയേല്യ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രയേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യരും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രയേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു. ദേശത്തിന് സ്വസ്ഥത വന്നു. യോശുവ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രയേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കെ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവരാകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ. അവൻ അർന്നോൻ ആറ്റുവക്കത്തുള്ള അരോവോർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമ്മോന്യരുടെ അതിരായ യബോക്ക് നദിവരെയും കിന്നേരോസ് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത് യെശീമിത്തോളം ഉള്ള കിഴക്കെ അരാബയും പിസ്കച്ചരിവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മലന്മാരിൽ ശേഷിച്ച അവർ അസ്തോരോത്തിലും യെദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കയും ബാശാൻ മുഴുവനും ഗെശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശെയും
ഇസ്രയേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശെ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രയേൽ മക്കളും യോർദാനക്കരെ പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിൽ ബാൽഗാദ് മുതൽ ശെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രയേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവരാകുന്നു: മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചരിവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവർ തന്നെ. യെരിഹോ രാജാവ് 1, ബേഥേലിനരികെയുള്ള ഹായ് രാജാവ് 1, യെരുശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, ലാഖീഷിലെ രാജാവ് 1, എഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദെബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹോർമ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അതുല്ലാം രാജാവ് 1, മക്കേദ രാജാവ് 1, ബേഥേൽ രാജാവ് 1, തപ്പുഹ രാജാവ് 1, ഹേഫർ രാജാവ് 1, അഫേക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദോൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ മെരോൻ രാജാവ് 1, അക്ഷാപ്പു രാജാവ് 1, താനോക്ക് രാജാവ് 1, മെഗദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മേലിലെ യോക്നെയാം രാജാവ് 1, ദോർമേട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, ഫിർസ രാജാവ് 1. ആകെ 31 രാജാക്കന്മാർ. യോശുവ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തത്: നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രയീമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്നു എണ്ണിവരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യദേശങ്ങളൊക്കെയും, ഗെശൂര്യരും ഗസാത്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യപ്രഭുക്കന്മാരും, തെക്കുള്ള അവ്യരും അഫേക് വരെയും അമോര്യരുടെ അതിർവരെയുള്ള കനാന്യരുടെ ദേശമൊക്കെയും, സീദോന്യർക്കുള്ള മേയാരെയും ഗിബേല്യരുടെ ദേശവും, കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബനോൻ ഒക്കെയും, ലെബനോൻ മുതൽ മിസ്രെഫോത്മയും വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രയേലിനു അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്ക. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശെ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശെ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മെദേബ സമഭൂമി മുഴുവനും, അമ്മോന്യരുടെ അതിർവരെ ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും, ഗിലെയാദും ഗേശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും, ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്ക വരെയുള്ള ബാശാൻ മുഴുവനും, അസ്തോരോത്തിലും എദ്രയിലും വാണവനും മലന്മാരിൽ ശേഷിച്ചവനുമായ ബാശാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശെ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേൽ മക്കൾ ഗെശൂര്യരെയും മാഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രയേലരുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവി ഗോത്രത്തിനു അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു. എന്നാൽ മോശെ രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ ആരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദേബയോട് ചേർന്ന സമഭൂമി മുഴുവനും, ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും, ദീബോനും ബാമോത്ത് ബാലും ബേത് ബാൽ മേയോനും ഇസ്ഹയും കെദേമോത്തും മെഫാത്തും
കിര്യാത്തീമും സിദ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ശഹരും ബേത്പേരും പിസ്ഗാച്ചരിവുകളും ബേത് യെശീമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്ത് പാർത്തിരുന്ന ഏവി, രേഖേം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശെ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. രൂബേന്യരുടെ അതിർ യോർദാനായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശെ ഗാദ് ഗോത്രത്തിനും കുടുംബം കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും രബയുടെ നേരെയുള്ള അരോവേർ വരെ അമ്മോന്യരുടെ പാതിദേശവും ഹെശ്ബോൻ മുതൽ രാമത്ത് മിസ്പയും ബെതോനീമും വരെയും മഹനീം മുതൽ ദെബേരിന്റെ അതിർവരെയും താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹാരാം, ബേത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ. യോർദാനക്കര കിഴക്ക് കിന്നരോ തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിനു അതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശെ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായി മനശ്ശെയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീം മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായീരിന്റെ ഊരുകൾ എല്ലാം കൂടി 60 പട്ടണങ്ങളും, പാതി ഗിലെയാദും ബാശാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത്, എദ്രെയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കൾക്ക്, മാഖീരിന്റെ മക്കളിൽ പാതിപ്പേർക്ക് തന്നെ കുടുംബം കുടുംബമായി കിട്ടി. ഇത് മോശെ യെരിഹോവിന് കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിനോ മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. യോശുവ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്കു അവകാശമായി ലഭിച്ച ദേശങ്ങളാവിത്. പുരോഹിതനായ ഏലിയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2 ഗോത്രങ്ങൾക്കും മോശെ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രയീം എന്നീ 2 ഗോത്രമായിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനേസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശെയോട് കാദേശ് ബേർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബെർന്നയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്നു എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശെയോട് ഈ വാക്ക് കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളിച്ചെയ്തിരിക്കുന്നതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെപ്പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ ഇവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പവും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു.
ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിനു അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിനു അവകാശമായിരിക്കുന്നു. അവൻ യിസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് തന്നെ ഹെബ്രോനു പണ്ട് കിര്യാത്ത് ആർബ എന്നു പേരായിരുന്നു. ആർബ എന്നവൻ അനാക്യരിൽ വെച്ചു അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിനു സ്വസ്ഥത വന്നു. യോശുവ 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏദോമിന്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്നു കാദേശ് ബർന്നയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്നു ആദാരിലേക്ക് കയറി കാർഖയിലേക്ക് തിരിഞ്ഞു അസ്മോനിലേക്ക് കടന്നു മിസ്രയീം തോട് വരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത് ഹോഗ്ലയിലേക്ക് കയറി ബേത്ത് അരാബയുടെ വടക്കുകൂടി കടന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആക്കോ താഴ്വര മുതൽ ദെബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അതുമ്മി കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്നു ഏൻ ശെമേശ് വെള്ളത്തിങ്കലേക്ക് കടന്നു ഏൻ രോഗേലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയിൽ കൂടി കയറി യെരുശലേം എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രെഫയീം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടും ഉള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരുറവിലേക്ക് തിരിഞ്ഞു എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിര്യാത്ത് യെയാരീം എന്ന ബാലയിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സേയീർ മല വരെ തിരിഞ്ഞ് കസാലോൻ എന്ന യയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത്ത് ഷേമീശിലേക്ക് ഇറങ്ങി തിമ്നയിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞു ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറെ അതിർ നെടുക മഹാസമുദ്രം തന്നെ. ഇത് യഹൂദാ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിനു യഹൂദാ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നു 3 അനാക്കിരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്നു അവൻ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന്റെ പേർ മുമ്പേ കിര്യാത്ത് സേഫർ എന്നായിരുന്നു. കിര്യാത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കിനീസിന്റെ മകൻ ഒഗ്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. നീരുറവുകളെയും കൂടെ എനിക്ക് തരേണം എന്നു അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദാ ഗോത്രത്തിനും കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. ഏദോമിന്റെ അതിർക്കരികെ തെക്കേ അറ്റത്ത് യഹൂദാ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഗബ്സേൽ, ഏദർ, യാഗൂർ, ഖീന, ദിമോന, അദാദ, കേദേശ്, ഹാസോർ, ഇഗ്നാൻ, സീഫ്, തേലേം, ബെയാലോത്ത്, ഹാസോർ, ഹദഥ, കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹസ്രോൻ, ആമാം, ഷെമ, മോലാദ, ഹസർ ഗദ്ദ, ഹെഷ്മോൻ, ബേത്ത് പേരസ്, ഹസർ ഷൂവാൽ, ബെർഷേബ, ബിസോത്തിയ, ബാല, ഇയീം, യേസേം, എൽത്തോലാദ്,
കെസീൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലബായോത്ത്, ശിൽഹീം, ആയീൻ, റിമ്മോൻ, ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്കായോൽ, സൊര, അശ്ന, സനോഹ്, എൻഗന്നീം, തപ്പുഹ, ഏനാം, യർമൂത്ത്, അതുല്ലാം, സോഖോ, അസേഖ, ശാരായീം, അദീഥയീം, ഗദേര, ഗദേരോഥായീം, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദിലാൻ, മിസ്പെ, യൊക്തയേൽ, ലാഖീഷ്, ബൊസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലമാസ്, കിത്ലീഷ്, ഗദേരോത്ത്, ബേത് ദാഗോൻ, നാമ, മഖേദ, ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, യേഥേർ, ആശാൻ, ഇഫ്താഹ്, അശ്ന, നെസീബ്, കെയീല, അക്ലീബ്, മാരേശ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. ഗസയും മിസ്രയീം തോട് വരെയുള്ള അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിനു നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമിർ, യഥീർ, സോഖോ, ദന്ന, ദേബീർ എന്ന കിരിയാത്ത് സന്ന, അനാബ്, എസ്തേമോ, ആനീം, ഗോശേൻ, ഹോലോൻ, ഗീലോ, ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദൂമ, യേശാൻ, യാനീം, ബേത് തപ്പുഹ, ആഫെക്, ഹുത്മ, ഹെബ്രോൻ എന്ന കിരിയാത്ത് അർബ, സിയോർ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂത്ത, ഇസ്രയേൽ, യോക്കെദെയാം, സാനോഹ, കയീൻ, ഗിബയ, തിമ്ന, ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹൂൽ, ബദ്സൂർ, ഗേദോർ, മാരാത്ത്, ബേത് ആനോത്ത്, എൽതെക്കോൻ, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത്ത് യയാരീം എന്ന കിരിയാത്ത് ബാൽ, രബ്ബ, ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത് അരാബ, മദ്ദീൻ, സെഖാക്ക, നിബ്ഷാൻ, ഈർ ഹമേലഹ്, എൻഗദി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദാ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദാ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. യോശുവ 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോസെഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശം യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് യെരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി യെരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്യരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബെത്ത്ഹോരോന്റെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ യോസഫിന്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രയീമിനും അവകാശം ലഭിച്ചു. എഫ്രയീമിന്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബെത്ത്ഹോരോൻ വരെ അതേരോത്ത് അദാർ ആയിരുന്നു. ആ അതിർ മിക് മെദാത്തിന്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനെത്ത് ശീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനകത്തുകൂടെ യാനോഹയുടെ കിഴക്ക് കടന്ന് യാനോഹയിൽ നിന്ന് അതേരോത്തിനും നാരാത്തിനും ഇറങ്ങി യെരിഹോവിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തബൂഹയിൽ അതിർ പടിഞ്ഞാറോട്ട് കാനാത്തോട് വരെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ
എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രൈമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തുവരുന്നു. യോശുവ 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോസെഫിന്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയാസേരിന്റെ മക്കൾ, ഹേലീക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ശേഖേമിന്റെ മക്കൾ, ഹേഫേരിന്റെ മക്കൾ, ശെമീദാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബം കുടുംബമായി യോസെഫിന്റെ മകനായ മനശ്ശെയുടെ മക്കൾ ആയിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫേരിന്റെ മകൻ ശെലോഫഹാദിനു പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവന്റെ പുത്രിമാർക്കും മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലിയാസരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തുചെന്ന്, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശെയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്കൊരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രിമാർക്കു അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ശേഖേമിനു കിഴക്കുള്ള മിക്മേദാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് എൽതപ്പൂഹയിലെ നിവാസികളുടെ അടുക്കളോളം നീണ്ടുകിടക്കുന്നു. തപ്പൂഹ ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നുവെങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രൈമ്യർക്ക് ഉള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാത്തോട്ടിങ്കിലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിന്റെ വടക്കുവശത്തുകൂടി ചെന്ന് സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രൈമിനും വടക്കുഭാഗം മനശ്ശെയ്ക്കുമുള്ളത്. സമുദ്രം അവന്റെ അതിരാകുന്നു. അത് വടക്കു ആശേരിനോടും കിഴക്ക് ഇസഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസഖാരിലും ആശേരിലും മനശ്ശെയ്ക്കു ബത്ത്ശേയാനും അതിന്റെ അധീന നഗരങ്ങളും, ഇബ്ളെയാമും അതിന്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, എൻദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, താനോക്ക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, മെഗിദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്കു ആ പട്ടണത്തിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്കു ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസെഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതുകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവേൻ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസെഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ. ബേർശേയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസെഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പുരഥങ്ങൾ ഉള്ളവരും ബലവാന്മാരുമാകുന്നുവെങ്കിലും നിങ്ങളവരെ നീക്കിക്കളയും. യോശുവ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു.
എന്നാൽ ഇസ്രയേൽ മക്കളിൽ അവകാശം ഭാഗിച്ച് കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രയേൽ മക്കളോട് പറഞ്ഞതെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പീൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങിവരേണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തന്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസഫിന്റെ കുലവും അതിന്റെ അതിർക്കകത്തു വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാനിവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാനിവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങിവരികയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്നു നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി നറുക്കുവന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കിൽ തുടങ്ങി വടക്ക് യെരിഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത് ആവേൻ മരുഭൂമിയെങ്കിൽ അവസാനിക്കുന്നു. അവിടെ നിന്നു ആ അതിർ ബേഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്നു താഴത്തെ ബേത്ത് ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതേരോത്ത് അദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത്ത് ഹോരേനു എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിര്യത്ത് യയാരീം എന്ന കിര്യാത്ത് ബാലയെങ്കിൽ അവസാനിക്കുന്നു. ഇതുതന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കുഭാഗം കിര്യാത്ത് യയാരീമിന്റെ അറ്റത്തു തുടങ്ങി പടിഞ്ഞാറോട്ടു നെപ്തോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫയീം താഴ്വരയുടെ വടക്കുവശത്തും ഉള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യെബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെയും എൻരോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷേമയിലേക്കും അദൂമീം കയറ്റത്തിനരികെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചരിവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത് ഹോഗ്ലയുടെ മലഞ്ചരിവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്ക് അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിന് കിഴക്കേ അതിർ യോർദാനാകുന്നു. അത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ, ബേത്ത് ഹോഗ്ല, ഏമക് കെസീസ്, ബേത്ത് അരാബ, സമറായീം, ബേഥേൽ, ഔവീം, പാര, ഒഫ്ര, കേഫർ അമ്മോനി, ഓഫ്നി, ഗേബ, ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ഗിബെയോൻ, രാമ, ബോരോത്ത്, മിസ്പെ, കെഫീര, മോസ്, രഖീം, ഇർപ്പേൽ, തരല, സേല, ഏലഹ്, യെരുശലേം എന്നീ യെബൂസ്യ നഗരം, ശിബെയോത്ത്, കിര്യത്ത്, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം. യോശുവ 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ നറുക്ക് ശിമിയോനും കുടുംബമായി ശിമിയോൻ മക്കളുടെ ഗോത്രത്തിനു വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മോലാദ, ഹസർശൂവാൽ, ബാല, ഏസേം, എർത്തോലേദ്, ബെഥൂൽ, ഹൊർമ, സിക്ലാഗ്, ബേത്ത് മർക്കാബോത്ത്, ഹസർസൂസ, ബേത്ത് ലെബായോത്ത്, ഷാരുഹേൻ,
ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അയീൻ, റിമ്മോൻ, ഏഥേർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്കു ചുറ്റും തെക്കേദേശത്തിലെ രാമ എന്ന ബാലാത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമെയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ശിമെയോൻ മക്കളുടെ അവകാശം യഹൂദാ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദാ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമെയോൻ മക്കൾക്കു അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെയായിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലിയിലേക്ക് കയറി ദബേശത്ത് വരെ ചെന്ന് യൊക്നെയാമിന് അതിരികെയുള്ള തോടുവരെ എത്തുന്നു. സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോറിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബേരേത്തിന് ചെന്ന് യാഫയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫേരിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നേയ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹനാദോത്തിന്റെ വടക്കുവശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹല്ലാൽ, ഷിമ്രോൻ, യിദല, ബേത്ലഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് യിസ്സാഖാരിനു കുടുംബമായി യിസ്സാഖാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം യിസ്രയേൽ, കെസുല്ലോത്ത്, ശൂനേം, ഹഫിരയീം, ഷീയോൻ, അനാഹരാത്ത്, രബ്ബീത്ത്, കിഷ്യോൻ, ഏബെസ്, രേമത്ത്, എൻഗന്നീം, എൻഹദ, ബേത് പെസേസ് എന്നിവയായിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത് ഷേമേഷ് എന്നിവയിലെത്തി യോർദാങ്കിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് യിസ്സാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേഥേൻ, അക്ഷാഫ്, അല്ലമേലേക്ക്, അമാദ്, മിശാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി സൂര്യോദയത്തിന് നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞു വടക്ക് സെബുലൂനിലും ബേത്ത് ഏമിക്കിലും നെയിലേലിലും ഇഫ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്ക് ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസിയിലേക്ക് തിരിഞ്ഞു സക്ലീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്ക്, രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇതു ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്കും കുടുംബമായി നഫ്താലി മക്കൾക്കു തന്നെ വന്നു. അവരുടെ അതിർ ഹേലേഫും സാനന്നീമിലെ കരുവേലകവും തുടങ്ങി അദാമി നേക്കേബിലും ഇബ്നോലിലും കൂടി ലക്കും വരച്ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ടു അസ്നോ താബോരിലേക്ക് തിരിഞ്ഞു അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്നു തെക്കുവശത്ത് സെബൂലൂനോടും പടിഞ്ഞാറ് വശത്തു ആശേരിനോടും കിഴക്കുവശത്ത് യോർദാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, സേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നരേത്ത്, അദമ, രാമ, ഹാസോർ, കേദേശ്, എദ്രയി, എൻഹാസോർ, ഇരോൻ, മിഗൽഏൽ, ഹൊരേം, ബേത്ത് അനാത്ത്, ബേത്ത് ഷെമേഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സോര, എസ്തായോൾ, ഈർഷേമേഷ്, ശലബീൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, യക്രോൻ, ഏൽതെക്കെ,
ഗിബഥോൻ, ബാലാത്ത്, യഹൂദ്, ബെനെ ബേരാഖ്, ഗത്ത് റിമ്മോൻ, മേർക്കോൻ, രക്കോൻ എന്നിവയും യഫനോവിനെതിരെയുള്ള ദേശവും ആയിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ടു ലേശേമിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചു, വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു, കൈവശമാക്കി അവിടെ പാർത്തു. ലേശേമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രയീം മലനാട്ടിലെ തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പനപ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിതു അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലെയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ടു അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. യോശുവ 20 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 20 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശെ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങളെ നിശ്ചയിപ്പീൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. ആ പട്ടണങ്ങൾ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്നു ചെന്നാൽ കുല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകയാൽ അവർ അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. അതിന്റെ ശേഷം കുല ചെയ്തവനു താൻ വീട്ടോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തന്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ ഖേദേശും എഫ്രയീം മലനാട്ടിൽ ശേഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യാത്ത് ആർബയും കിഴക്കെ യെരിഹോവിനെതിരെ യോർദാനക്കര മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും ബാശാനിൽ മനശ്ശെ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. യോശുവ 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലെയാസാരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശീലോവിൽ വെച്ചു അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പനപ്രകാരം ഈ പട്ടണങ്ങളും അവരുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദാ ഗോത്രത്തിലും ശിമെയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രയീം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർശോന്റെ മക്കൾക്ക് ഇസഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ശിമെയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി.
അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത്. യഹൂദാ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് കുല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും, ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും, യഥീരും അതിന്റെ പുൽപ്പുറങ്ങളും, എസ്തമോവയും അതിന്റെ പുൽപ്പുറങ്ങളും, ഹോലോനും അതിന്റെ പുൽപ്പുറങ്ങളും, ദെബീരും അതിന്റെ പുൽപ്പുറങ്ങളും, അയ്യീനും അതിന്റെ പുൽപ്പുറങ്ങളും, യുത്തയും അതിന്റെ പുൽപ്പുറങ്ങളും, ബേത് ഷെമേശും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും, ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബെയോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഗേബയും അതിന്റെ പുൽപ്പുറങ്ങളും, അനാദോത്തും അതിന്റെ പുൽപ്പുറങ്ങളും, അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹ്റോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രയീം ഗോത്രത്തിൽ ആയിരുന്നു. എഫ്രയീം നാട്ടിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ശേഖേമും അതിന്റെ പുൽപ്പുറങ്ങളും, ഗേസേരും അതിന്റെ പുൽപ്പുറങ്ങളും, കിബ്സയും അതിന്റെ പുൽപ്പുറങ്ങളും, ബേത് ഹോരോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ദാൻ ഗോത്രത്തിൽ എൽത്തേക്കയും അതിന്റെ പുൽപ്പുറങ്ങളും, ഗിബഥോനും അതിന്റെ പുൽപ്പുറങ്ങളും, അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഗത്ത് റിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും, ഗത്ത് റിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 2 പട്ടണവും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കേഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർശോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ കുല ചെയ്തവനു സങ്കേത നഗരമായ ബാശാനിലെ ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും, ബേസ്തേരയും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 2 പട്ടണവും. ഇസഹാർ ഗോത്രത്തിൽ കിശ്യോനും അതിന്റെ പുൽപ്പുറങ്ങളും, ദാബേരത്തും അതിന്റെ പുൽപ്പുറങ്ങളും, യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും, ഏൻ ഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ആശേർ ഗോത്രത്തിൽ മിശാലും അതിന്റെ പുൽപ്പുറങ്ങളും, അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഹെൽക്കത്തും അതിന്റെ പുൽപ്പുറങ്ങളും, രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. നഫ്താലി ഗോത്രത്തിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ ഖേദേശും അതിന്റെ പുൽപ്പുറങ്ങളും, ഹമ്മോത്ത്ദോരും അതിന്റെ പുൽപ്പുറങ്ങളും, കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗേർശോന്യർക്ക് കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരിയ കുടുംബങ്ങൾക്ക് സെബുലൂൻ ഗോത്രത്തിൽ യൊക്നെയാമും അതിന്റെ പുൽപ്പുറങ്ങളും, ഖർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും, ദിമ്നിയും അതിന്റെ പുൽപ്പുറങ്ങളും, നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. രൂബേൻ ഗോത്രത്തിൽ ബേസേരും അതിന്റെ പുൽപ്പുറങ്ങളും, യസ്ഹയും അതിന്റെ പുൽപ്പുറങ്ങളും, കേദേമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും, മേഫാത്തും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ഗിലെയാദിലെ രാമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും, മഹനയീമും അതിന്റെ പുൽപ്പുറങ്ങളും, ഹെബ്ശോനും അതിന്റെ പുൽപ്പുറങ്ങളും, യാസേരും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാര്യർ നറുക്കുപ്രകാരം കുടുംബമായി കിട്ടിയ പട്ടണങ്ങളെല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കൾ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കൈയിലേൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യോശുവ 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ.
അക്കാലത്ത് യോശുവ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും വിളിച്ചു അവരോട് പറഞ്ഞത്, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച് നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശെ യോർദ്ദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്നു അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ചു യാത്രയയച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോകുകയും ചെയ്തു. മനശ്ശെയുടെ പാതി ഗോത്രത്തിനു മോശെ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതി ഗോത്രത്തിന് യോർദ്ദാനക്കര പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞത്, വളരെ നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്യുവീൻ. അങ്ങനെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദ്ദാന്യ പ്രദേശങ്ങളിലെത്തിയപ്പോൾ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും യോർദ്ദാന് സമീപത്ത് ഒരു യാഗപീഠം, കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിത്. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർദ്ദാന്യ പ്രദേശങ്ങളിൽ ഇസ്രയേൽ മക്കൾക്ക് എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നുവെന്ന് ഇസ്രയേൽ മക്കൾ കേട്ടു. ഇസ്രയേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. ഇസ്രയേൽ മക്കൾ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെയും പാതി ഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലെയാസാരിന്റെ മകനായ ഫീനെഹാസിനെയും അവനോടുകൂടെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പിതൃഭവനത്തിനും ഓരോ പ്രഭുവീതം 10 പ്രഭുക്കന്മാരെയും അയച്ചു. അവരിൽ ഓരോരുത്തരും താത്താന്റെ പിതൃഭവനത്തിൽ ഇസ്രയേല്യ സഹസ്രങ്ങൾക്കു തലവനായിരുന്നു. അവർ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെയും പാതി ഗോത്രത്തിന്റെയും അടുക്കൽ ചെന്നു അവരോട് പറഞ്ഞു തന്നാൽ, യഹോവയുടെ സഭ മുഴുവൻ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണിതു. ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രയേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹമെന്ത്? പേർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ പോകുന്നുവോ? നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കുന്നു. നാളെ അവൻ ഇസ്രയേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും. നിങ്ങളുടെ അവകാശദേശം അശുദ്ധമെന്നു വരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നുവന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവീൻ. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോട് മത്സരിക്കരുത്. സേരഹിന്റെ മകനായ ആഖാൻ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രയേലിന്റെ സർവ്വസഭയുടെയും മേൽ വീണില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവന്റെ അകൃത്യത്താൽ നശിച്ചത്. അതിന് രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രയേല്യ സഹസ്രങ്ങളുടെ തലവന്മാരോട് ഉത്തരം പറഞ്ഞത്, സർവ്വവല്ലഭനായ ദൈവമായ യഹോവ, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു, ഇസ്രയേലും അറിയട്ടെ. ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. യഹോവയെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം പണിതുവെങ്കിൽ
അല്ല അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നുവെങ്കിൽ യഹോവ തന്നെ ചോദിച്ചുകൊള്ളട്ടെ. നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട്, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ? ഞങ്ങളുടെയും രൂബേന്യരും ഗാദ്യരുമായ നിങ്ങളുടെയും മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തുമെന്ന് എന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങൾ ഇത് ചെയ്തത്? അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്ന് ഞങ്ങൾ പറഞ്ഞു. ഹോമയാഗത്തിനല്ല, ഹനനയാഗത്തിനുമല്ല. ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനുമത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമീൻ എന്ന് മറുപടി പറവാൻ ഇടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുമ്പാകെയുള്ള അവന്റെ യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് യഹോവയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുത്. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനഹാസും അവനോടുകൂടെ സഭയുടെ പ്രഭുക്കന്മാരായി ഇസ്രയേലിയ സഹസ്രങ്ങൾക്ക് തലവാന്മാരായവരും കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. പുരോഹിതനായ എലെയാസാരിന്റെ മകൻ ഫീനഹാസ് രൂബേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനശ്ശെയുടെ മക്കളോടും, നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായകൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രയേൽ മക്കളെ യഹോവയുടെ കൈയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പുരോഹിതനായ എലെയാസാരിന്റെ മകൻ ഫീനഹാസും പ്രഭുക്കന്മാരും രൂബേന്യരെയും ഗാദ്യരെയും വിട്ട് ഗിലെയാദ്ദേശത്തുനിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രയേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്നു അവരോട് വസ്തുത അറിയിച്ചു. ഇസ്രയേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ച് രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യ സാക്ഷി എന്ന് പറഞ്ഞു ആ യാഗപീഠത്തിന് ഏദ് എന്ന് പേരിട്ടു. യോശുവ 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രയേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്നു വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രയേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവരോട് പറഞ്ഞതെന്നാൽ, ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്കു അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശെയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞ് ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക്
വാഗ്ദാനം ചെയ്തതുപോലെ താൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹസംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ, നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തുനിന്ന് നിങ്ങൾ നശിച്ചുപോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തുനിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്തുനിന്ന് നിങ്ങൾ വേഗം നശിച്ചുപോകുകയും ചെയ്യും. യോശുവ 24 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 24 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി, ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്തു അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് യിസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. യിസ്ഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന് ഞാൻ സേയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രയീമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശെയെയും ആരോനെയും അയച്ചു. ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. നിങ്ങൾ കടലിനരികെ എത്തി. മിസ്രയീമ്യർ രഥങ്ങളോടും കുതിരകളോടും ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രയീമ്യർക്കും മധ്യേ അന്ധകാരം വെച്ചു കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. അങ്ങനെ ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടു. നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു. പിന്നെ ഞാൻ നിങ്ങളെ യോർദാനക്കരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അനന്തരം സിപ്പോരിന്റെ മകൻ മോവാബ്യ രാജാവായ ബാലാക്ക് പുറപ്പെട്ടു ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിപ്പാൻ ബെയോരിന്റെ മകനായ ബിലെയാമിനെ വിളിപ്പിച്ചു. എങ്കിലും എനിക്ക് ബിലെയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സിലായികയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കൈയിൽ നിന്ന് വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് യെരിഹോവിലേക്ക് വന്നു. യെരിഹോ നിവാസികൾ അമോര്യർ, പെരീസിയർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്നു അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടല്ല. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു.
ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടു അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. അവനല്ലോ ഞങ്ങളുടെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്നു അവർ പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ എന്നു അവൻ പറഞ്ഞു. ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശേഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ നാട്ടിയും വെച്ചു. യോശുവ സകല ജനത്തോടും, ഇതാ, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ യോശുവ ജനത്തെ താങ്കളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിന്റെ ശേഷം യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലുള്ള തിമ്നാത്ത് സേരഹിൽ ഗായേശ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിനു വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രയേൽ യഹോവയെ സേവിച്ചു. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹ്റോന്റെ മകൻ ഇലയാസാരും മരിച്ചു. അവനെ അവന്റെ മകനായ ഫീനഹാസിനു എഫ്രയീം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു.